ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 26. കാലിഗ്രഫിയും ഭരണഘടനയും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനു നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:11. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക പകർപ്പ് ഒരു നിയമഗ്രന്ഥം മാത്രമല്ല, കറുത്ത തുകൽ കൊണ്ട് ബൈൻഡ് ചെയ്ത് സ്വർണം കൊണ്ട് എംബോസ് ചെയ്ത ഒരു കലാസൃഷ്ടി കൂടിയാണ്. 15-ലധികം തരം മഷി, നിബുകൾ ഉപയോഗിച്ചു പ്രേം ബിഹാരി നരേൻ റൈസ കൈകൊണ്ടെഴുതിയതിനാൽ ഈ രേഖയ്ക്ക് കലാപരമായ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കൈയെഴുത്ത് ഭരണഘടനയുടെ താളുകൾക്ക് കാലാതീതമായ ചാരുത നൽകുന്നു. സിന്ധു നദീതട നാഗരികതയിൽ നിന്നും രാജ്യത്തുടനീളമുള്ള വിവിധ ഗോത്ര കലാരൂപങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ശാന്തിനികേതനിലെ കലാകാരന്മാരുടെ ചിത്രീകരണങ്ങൾ ആ താളുകൾക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. നിലവിൽ ഹീലിയം നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും അമൂല്യമായ സ്വത്തുകളിൽ ഒന്നാണ്. പൗരന്മാരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് അമൂല്യമായിരിക്കുന്ന ഭരണഘടന പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ തിരുവെഴുത്തുകൾ നമുക്കുള്ള അമൂല്യമായ ഒരു സ്വത്താണ്. കാരണം ഈ വേദഭാഗങ്ങൾ നേരായ പാതയിൽ മുന്നേറാൻ നമ്മെ സഹായിക്കുന്നു. അത് വഹിക്കേണ്ട ഒരു ഭാരമല്ല, മറിച്ച് സന്തോഷവും ആനന്ദവുമാണ്. സങ്കീർത്തനക്കാരൻ തിരുവെഴുത്തുകളെ സർവ്വസമ്പത്തിലും മികച്ചത് എന്ന് താരതമ്യപ്പെടുത്തുന്നു. അത് തൻ്റെ ദൈനംദിന ജീവിതത്തിന് എത്രമാത്രം മൂല്യം നൽകുന്നുവെന്ന് അവനറിയാം എന്നതിനാൽ അവയെ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. നമ്മുടെ അതിവേഗ ലോകത്ത് ദൈവവചനവുമായി സമയം ചെലവഴിക്കുന്നത് പലപ്പോഴും മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നായി തോന്നിയേക്കാം. പക്ഷേ അതൊരു സമ്പത്താണെന്ന കാര്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മാർഗനിർദ്ദേശവും സ്വാന്തനവും ശാസനയും നൽകുന്നത് ദൈവവചനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം തിരുവെഴുത്തുകൾ ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്ന സമ്പത്തിൻ്റെ അളവ് നാം ഗ്രഹിക്കും. ചിന്തിക്കുക, ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് മാറ്റം വരുത്തിയത്? തിരുവെഴുത്തുകളുടെ സമ്പത്ത് അളക്കുന്നതിൽ നിങ്ങൾ നേരിടുന്ന ചില തടസ്സങ്ങളേവ? ദൈവത്തിന് മഹത്വം.